എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ശഅബാൻ മാസമാണ്. ഇന്നല്ലാഹ വമലായികതഹു യസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന വിശുദ്ധമായ ഖുർആനിക ആയത്ത് ഇറങ്ങിയ മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. ഹബീബായ തങ്ങളുടെ പേരിൽ അല്ലാഹുവും അവന്റെ മലായികത്തുകളും സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളോട് സ്വലാത്ത് ചൊല്ലണേ എന്ന കൽപ്പന ഇറങ്ങിയ മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലണം. ഹബീബായ തങ്ങളെ മുറുകെ പിടിക്കാതെ, ഹബീബായ തങ്ങളുടെ സുന്നത്തിനെ ഇത്തിബാ ചെയ്യാതെ നമുക്ക് ദുനിയാവിലോ ആഖിറത്തിലോ രക്ഷപ്പെടാൻ സാധ്യമല്ല. ഹബീബായ തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. അവിടുത്തെ സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ മഹദി അവരുടെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ദുനിയാവിലും ആഖിറത്തിലും 3 വിഭാഗം ആളുകൾ ഹബീബായ തങ്ങളെ കാണുകയില്ല. ദുനിയാവിൽ അവരെന്ത് തന്നെ ചെയ്താലും ഈ 3 സ്വഭാവമുള്ള ആളുകളാണോ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഹബീബായ തങ്ങളെ കാണാൻ സാധ്യമല്ല. അതിലൊന്നാമത്തെ വിഭാഗമാരാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരാണ്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരാരോ, മാതാപിതാക്കളെ വേദനിപ്പിച്ചവരാരോ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവരാരോ അവർ ദുനിയാവിലും ആഖിറത്തിലും ഹബീബായ തങ്ങളെ കാണില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഒരിക്കലും നമ്മൾ കാരണം നമ്മുടെ ഉമ്മമാര് വാപ്പമാര് വേദനിച്ചു പോകരുത്. നമ്മുടെ മാതാപിതാക്കളെ മനസ്സിൽ നമ്മൾ കാരണം 1% പോലും ഒരു പ്രയാസമുണ്ടാകരുത്. അവരോട് എന്ന ഒരു വാക്ക് പോലും നിങ്ങൾ പറയരുതേ എന്നാണല്ലോ വിശുദ്ധമായ ഖുർആനിക അധ്യാപനമുള്ളത്. അതുകൊണ്ട് അവരോട് മയമായി മാന്യമായി സ്നേഹത്തോടെ സംസാരിക്കണം. പ്രായമുള്ള മാതാപിതാക്കളുള്ളവരുണ്ടല്ലോ, അവരോട് പ്രത്യേകം പരിഗണന കാണിക്കണം. അവർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കണം. അവർക്ക് വേണ്ട ചികിത്സകൾ നടത്തണം. അവരെ നമ്മൾ നല്ലതുപോലെ പരിഗണിക്കണം. ഉമ്മയും വാപ്പയുമാണ് നമ്മുടെ വിജയം. ഉമ്മയോട് നല്ല രൂപത്തിൽ പെരുമാറി വാപ്പയോട് നല്ല സ്വഭാവത്തിൽ പെരുമാറിയാൽ നമ്മുടെ ദുനിയാവ് മാത്രമല്ല ആഖിറവും രക്ഷപ്പെടും. അല്ലാഹ് ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. രണ്ടാമത്തെ വിഭാഗം ഹബീബായ തങ്ങളുടെ തിരുസുന്നത്തുകളെ ഉപേക്ഷിക്കുന്നവർ, ഹബീബായ തങ്ങളുടെ സുന്നത്തിനെ പരിഗണിക്കാത്തവർ അവര് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടില്ല. അല്ലാഹ് ഹബീബായ തങ്ങളെ സുന്നത്തുകളെ ഹയാത്താക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മൂന്നാമത്തെ വിഭാഗം ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മൂന്നാമത്തെ വിഭാഗം പറയുന്നത്, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവരാരാ? മുത്തായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവരാരാ? അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും എന്നെ കാണാൻ സാധ്യമല്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തുനബിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, ഇത് സ്വലാത്തിന്റെ മാസമാണ്. വളരെ സങ്കടം തോന്നി. ഇന്നലെ ഒരു ഉമ്മ എന്നെ വിളിച്ചിരുന്നു.
ഉംറക്ക് വേണ്ടിയിട്ട് ക്യാഷ് എടുത്തു വെച്ചതാണ്. ഉസ്താദേ, ഞാൻ വളരെ പാവപ്പെട്ട ഒരു ഉമ്മയാണ്, കയ്യിൽ കാശില്ലായിരുന്നു. പല വീടുകളിലും പോയി ജോലി ചെയ്ത് സ്വരൂപിച്ച് വീട്ടിലെടുത്തു വെച്ച കാശാണ്. ഉംറ ചെയ്യണമെന്ന പൂതിയോടെ ഞാൻ എടുത്തു വെച്ച കാശാണ്. ആ കാശ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി തിരിച്ചു വന്ന് നോക്കുമ്പോ ആ കാശ് കാണാനില്ല. നഷ്ടപ്പെട്ടു പോയി. വിഷമത്തോടെ സങ്കടത്തോടെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ ഉമ്മ നേരക്കാൻ പറഞ്ഞു. അല്ലാ, നല്ല ഒരു നെയ്യത്തോടെ ആ ഉമ്മ എടുത്തു വെച്ചത് ഉംറക്ക് പോകണമെന്ന നെയ്യത്തോടെയാണ്. ഹബീബായ തങ്ങളെ കാണണം, ഹബീബായ തങ്ങളെ മദീനയിൽ എത്തണം, പരിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്ത് എത്തണമെന്ന ഉദ്ദേശത്തോടെ അല്ലാഹുമ്മ സ്വരൂപിച്ചു വെച്ച ആ പൈസ തിരിച്ചു കിട്ടാനുള്ള വഴികൾ നീ എളുപ്പമാക്കണേ അല്ലാ. തിരിച്ചു കിട്ടാനുള്ള വഴികൾ നീ എളുപ്പമാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.